ഇന്നിതേ ആയുധം വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. എൻ്റെ കത്തി പൊട്ടിപ്പോയിട്ടോ. ആയുധം കൊണ്ട് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്. അയ്യേ, പറയാതിരിക്കാൻ വയ്യ, കൊതുകിനെ കൊണ്ടൊന്നും നടക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിലൊക്കെ ഭയങ്കര മൂച്ചയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടി പോകുന്ന സമയത്ത് വെറുതെ കൊല വീണ് കൊണ്ടാന്ന് കരുതിയിട്ടാണ് വെട്ടിക്കാളുന്നത്. ആയുധം വെച്ചിട്ട് എന്താ കളി എന്ന് ചോദിച്ചാൽ ഇവനെ ഞാനും എടുത്തു. കൊല എന്ന് പറയുന്നത് കദളിക്കൊലയാട്ടോ. ഇതെന്തിനാ വെച്ചാൽ ഉപ്പേരി വെക്കാനാണ്. വായ ഞാൻ പറഞ്ഞില്ലേ കാറ്റത്ത് ചെരിഞ്ഞു പോയതുകൊണ്ട് തറയിൽ വീഴ്ക്കണ്ട, വെറുതെ കൊല പോക്കണ്ടെന്ന് കരുതിയിട്ട്. ഈ കത്തി എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ് ആ മൂത്തിട്ടുണ്ടല്ലോ. എനിക്ക് കിട്ടൂല മോനെ. കിട്ടുവോ? എത്തത്തില്ല ഗായ്സ്. നമ്മൾ എത്തിക്കൊണ്ട ഫോണൊന്ന് ഓഫാക്ക്. അയ്യോ, ഇതൊന്ന് കിട്ടാൻ ഞങ്ങൾ പെട്ട പാടെത്രയാണെന്നുള്ളത് എനിക്കും എൻ്റെ മോനും തമ്പുരാനും ഇങ്ങനെ കുത്തിയൊക്കെ എടുത്ത് നോക്കി. കാരണം കൊല വിൽക്കാനും പാടില്ലല്ലോ. മോളെ മറ്റേതെന്താക്കി? എടുക്കണോ? അങ്ങോട്ട് എടുക്ക്. ഇതൊന്ന് കിട്ടി. കസേരയും ഒക്കെ എടുത്തിട്ടാണ് എടുക്കുന്നത് തന്നെ. സംഭവം അതേപോലെ വൈറ്റ് കളറിലേക്കൊന്നും കിട്ടണ്ട. മുകളിലുള്ള ചിലർ മുകളിലുള്ള തൊലി എടുക്കാണ്ട് നിൽക്കും, പക്ഷെ അതുമ്മൽ മുഴുവനവും ചളിയായിരുന്നു. ഉണ്ട് കൊതുക്. അപ്പോൾ പോയി നമ്മൾ ഇതൊന്ന് മുറിച്ചിടുക. നമ്മൾ ആ കസേര എടുത്തോ. പാത്രത്തിൽ ആദ്യം ഇത്തിരി വെള്ളം എടുക്കും കേട്ടോ. എന്തിനാ വെച്ചാൽ ഇതിന് ഭയങ്കര കറയുണ്ടാവും. നമ്മൾ ഇതുണ്ടല്ലോ പച്ച പഴം അത് ഉപ്പേരി വെക്കുന്ന ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ്. കാരണം ഇതിൽ ഈ കറ പോകാൻ വേണ്ടിയിട്ട് അതിന് തന്നെ കുറച്ച് വെള്ളം ഇതാക്കി വെക്കുന്നതാണ്. ഇതുണ്ടല്ലോ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വളരെ റെയറായിട്ടാട്ടോ ഇതുണ്ടാക്കാറ്. പക്ഷെ എൻ്റെ അമ്മായി ഉണ്ടല്ലോ, എൻ്റെ വാപ്പയുടെ പെങ്ങള് ഒരു വീട്ടിലൊരു കൊല ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ
ഒരു സാധനവും വെറുതെ വിടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാട്ടോ. കാരണം കൊല ഇങ്ങോട്ട് കൊല ഒന്നിതായി കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ് വെട്ടില്ലോ. ആ വാഴക്കൂമ്പ് വെട്ടുന്ന സമയത്ത് ഇതും ചെറുപയറും കൂടി ഇട്ടിട്ട് ഉപ്പേരി വെക്കും. അതല്ലാതെ വാഴ വെട്ടിയതിന് ശേഷം ഞങ്ങൾ കിണ്ണിക്കാമ്പ് എന്ന് പറയും, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. അത് ഒരട്ടിപ്പൊടി ഉപ്പേരി വെക്കാറുണ്ട് ഗൈസ്. ഉപ്പിലിട്ടും അതിപ്പോൾ അതൊന്നും ഉപ്പിലിടാനൊന്നും നിൽക്കൂല, ഉപ്പേരി വെച്ചിട്ടാണ് കഴിക്കുക. ഇത് കിട്ടിയത് എത്രമേൽ കഷ്ടപ്പാട്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എല്ലാ വാഴയുടെ കൂമ്പും എടുക്കൂല എന്നാട്ടോ ഞാൻ കേട്ടിരിക്കുന്നത്. എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. കദളിക്കൊല, പൂവൻകൊല, മറ്റേ നേന്ത്രക്കൊല ഇതൊക്കെ എടുക്കും. പക്ഷെ നമ്മളില്ലേ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മൗസൂർ കൊല എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ നമുക്ക് ഓരോരോ നാട്ടിലേക്ക് എന്താ പേരൊന്നും കൂടി അറിയില്ലല്ലോ. അതിൻ്റെതാണോ വേറെ മണ്ണംകൊലയുണ്ട്, അതിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല. ഏതോ ഒന്നിൻ്റെത് കയ്പ്പ് വരും ഉപ്പേരി വെക്കുമെന്ന് പറയുന്നത്, ഏതാണെന്ന് അറിയില്ല. ഇതൊക്കെ ഞങ്ങൾ കത്തി കൊണ്ട് കുത്തി എങ്ങനെയെങ്കിലും ഇതൊന്ന് അടർന്ന് വീഴാൻ മതി എന്നുള്ളൊരവസ്ഥയിലായിട്ട് കത്തിയിൽ കുത്തിയൊക്കെ എടുത്തതാണ്. ഞാനത് മുഴുവനായിട്ടൊന്ന് മുറിച്ചിടട്ടെ. ഉപ്പേരി വെക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പലർക്ക് ഈ കയ്യിൽ ഗ്ലൗസ് ഇടേണ്ടി വരും ഇതൊക്കെ മുറിച്ചിടാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ട, എൻ്റെ കൈ മുറിയില്ല എന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. പക്ഷേ എന്നൊക്കെ എൻ്റെ മൂത്ത സിസ്റ്ററെ കണ്ടുപിടിക്കുന്നതാ. ഓള് കുണുകുന വെപ്പുകാരെക്കാട്ടിലും സ്പീഡിലടിയും അങ്ങനെ കണ്ടുപിടിച്ചത് കേട്ടോ. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഞാൻ മിക്ക സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ ചട്ടിയിലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ എൻ്റെ അമ്മായിനെ കണ്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് ഞാൻ എൻ്റെ അമ്മായിനെ കാണുന്നത് തന്നെ കലത്തിലേ അമ്മായി ചോറ് വെക്കുള്ളൂ, ചട്ടിയിലേ കറി വെക്കുള്ളൂ, ചട്ടിയിലേ ഉപ്പേരി വെക്കുള്ളൂ. അങ്ങനത്തെ ഒരു പ്രകൃതക്കാരി കേട്ടോ. ഇപ്പോഴും അത് ഫോളോ ചെയ്തു പോകുന്ന ആളാണ്. വീട്ടിൽ ഗ്യാസ് അടുപ്പുണ്ട്, എന്നാൽ പോലും വിറകിലല്ലാതെ ആശാത്തി കുക്ക് ചെയ്യില്ല. ചോറൊക്കെ കലത്തിലാണ് വെക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കരണ്ടിടാം. ചൂടായി വിചാരിച്ചിട്ട് കാര്യമില്ല, ചൂടാവണം. ചൂടായിട്ടില്ല പറ്റിച്ചേ. ഈ മൺചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കും ഈ ഗ്യാസ് അടുപ്പിലൊക്കെ ഈ മൺചട്ടി വെക്കുന്നത് ഒക്കുമോ നമുക്ക് ചോദിക്കും. എന്നെ സംബന്ധിച്ച് ഇതാണ് എളുപ്പം. കാരണം എന്താ വെച്ചാൽ എനിക്കിതാ ഇഷ്ടം. ഗ്യാസ് പോകുന്നത് പോട്ടെ, ഗ്യാസ് ആയാൽ തീരെ നിറയ്ക്കണം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില വേണം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 എടുത്തുള്ളൂ. എരിവ് വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ 1-2 എടുക്കുക. പക്ഷേ ഇവിടെ എൻ്റെ മകൾ പേടിച്ചത് കൊണ്ട് ഞാൻ 2 എടുക്കുന്നുള്ളൂ. പിന്നെ പറയാമത്തെ ഒരു ഉള്ളിയായിരുന്നു. കടുക് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാനത് നല്ല വെളിച്ചെണ്ണ ഇവിടുന്ന് മില്ലിൽ പോയിട്ട് മേടിക്കണം കേട്ടോ. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് മില്ലുണ്ട്, അവിടെ മേടിക്കലാണ്.
ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിരിക്കുക. എത്രയാ ഉപ്പിടേണ്ടത്, എത്ര ടീസ്പൂൺ എന്നൊന്നും പറയാനായിട്ട് അതിലേക്കൊക്കെ ഒരു കണക്കാണ്. എന്ത് കണക്കാന്ന് വെച്ചാൽ ഒരു മനക്കണക്കാണ്. കുറേ ദിവസമായി ഇവരെ ഇത് തീറ്റിക്കണമെന്ന് കരുതിയിട്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല. പലരും ഇത് കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരപ്പേൽ വെക്കും. ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് ഉണ്ടെന്ന്, പക്ഷേ ഇത് വാടി വരുമ്പോഴേക്ക് കുറച്ചേ ഉണ്ടാവും. ഒന്ന് ഞാൻ വെള്ളം മറിച്ചാട്ടെ. നല്ല വിറ്റാമിൻ ABCD EFG ഒക്കെ ഉള്ള സാധനം കേട്ടോ ഇത്. ഇത് നല്ലോണം അടച്ചിട്ടിട്ട് വേവിക്കണം. ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വേവിക്കട്ടെ. റെഡി ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ദേ മൊത്തം പുകം വരാം. നമ്മുടെ ഉപ്പേരി ഇവിടെ, വാഴക്കൂമ്പ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്നിങ്ങനെ നമ്മൾ ചട്ടിയിലാണല്ലോ. ജ്യൂസ് എൻ്റെ മോളിപ്പോൾ ഇവിടെ കുതിർന്ന് ജ്യൂസ് അടിച്ചത് കേട്ടോ. താങ്ക് യു. ഇപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് ഒത്തിരി കൂടി ഒന്ന് വേവാണ്ട് ഞാൻ ഓഫാക്കി കഴിഞ്ഞാൽ, കാരണം ചട്ടി നമ്മൾ എന്തെങ്കിലും ഒരു, എത്ര പേര് ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് പറഞ്ഞുതരാണ്. ചട്ടി നമ്മൾ ഏകദേശം ഒരു വേവായി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ചട്ടി ഓഫാക്കണം കേട്ടോ. കാരണം ഇതിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചട്ടിയുടെ ചൂട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ തണിഞ്ഞ് വരുവോളും ഭയങ്കര ചൂടായിരിക്കും. അറിയാമല്ലോ, നമ്മുടെ മണ്ണിന് ഉണ്ടാകുന്ന അതേ ചൂട് ഈ ചട്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു തരുന്നിട്ട് വേണ്ടല്ലോ അറിയാൻ. അപ്പം ഞാനൊക്കെ ഇതിലൊക്കെ വെച്ച് മീൻകറി വെക്കാറുണ്ട്. മീൻകറി വെച്ച് ഒരു 2 തിള തിളയ്ക്കുമ്പോഴേക്കും ഞാനതങ്ങ് ഓഫായിക്കാറുണ്ട്. ബാക്കി ഇതിങ്ങനെ അവിടെ കിടന്ന് തിളച്ചിട്ട് വറ്റി പോകുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് എന്താ പറയുക, സ്ലോ കുക്ക് ആവാണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അതിലങ്ങ് റെഡി ആയിക്കോളും. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ പറഞ്ഞല്ല, മക്കളൊന്ന് ലീവായതുകൊണ്ട് അവർ ഓരോരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ വാങ്ങിക്കൊണ്ട് വെക്കും. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവളടിച്ച ജ്യൂസാണ്. നോക്കട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് അടിക്കാനൊക്കെ അറിയാം. 6ാം ക്ലാസ്സിൽ കേട്ടോ, 11 വയസ്സ്. അപ്പോൾ അവർ ജ്യൂസ് അടിക്കും. അത്യാവശ്യത്തിനുള്ള കുക്കിങ്ങൊക്കെ അവർ തന്നെ ചെയ്യും. കാരണം അവർ ക്ലാസ് ഇട്ട് വരുന്ന സമയത്ത് 2 കൈയിലും പെയിൻറ്റ് നിറയെ ആയിക്കൊണ്ടായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അവർ തന്നെ ചായ ഇട്ട് കുടിച്ചൊക്കെ ശീലിക്കുന്നതാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാനിത് കുടിച്ച് തീർക്കട്ടെ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വാഴക്കൂമ്പുള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ടാറ്റാ.